നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ മനസ്സിലുള്ള ആളുടെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക അവരുടെ ഓവറോൾ എനർജി എന്താണ്, പിന്നെ അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, പിന്നെ അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ അതെന്തായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. എനിക്ക് റിക്വസ്റ്റ് വന്നതുകൊണ്ട് എടുക്കുന്നതാണ്. അപ്പോൾ പിങ്ക്, യെല്ലോ, ബ്ലൂ കേട്ടോ, ഈ 3 കളേഴ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. പിങ്ക്, യെല്ലോ, ബ്ലൂ കേട്ടോ. ഇതിലിഷ്ടമുള്ള കളർ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. പോസ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കരുത്. പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ചിലർ എൻ്റെ പേഴ്സണൽ റീഡിങ് എടുത്തിട്ട് അവർക്ക് അത് ഞാൻ പറയുന്ന കാര്യം അല്ലെങ്കിൽ റീഡിങ്ങിൽ കാണിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാനായിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നല്ല, അത് മനസ്സിലാക്കുക. ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നല്ല, റീഡിങ്ങിൽ എന്താണ് കാരണം അതാണ് ഞാൻ പറയാറ്. അപ്പോൾ റീഡിങ്ങിൽ കൂടെ കാണിച്ചു തരാണ് ചെയ്യണത്, ഇന്നതായിരിക്കാം നടക്കുന്നത്. അപ്പോൾ ചിലർക്ക് അത് വിശ്വാസം വരാറില്ല. അപ്പോൾ അവർ പറയുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും വരാൻ വഴിയില്ല, വരികയാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറയും. അത് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ അവരോട് വന്ന് പറയാറുമുണ്ട്. പക്ഷെ പറയണമെന്നില്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ദൈവത്തിൻ്റെ, നിങ്ങളുടെ വിശ്വാസവും ദൈവത്തിൻ്റെ ഓരോ കളികളാണ്. എൻ്റേതായിട്ട് ഇതിനകത്തൊന്നുമില്ല. ഞാൻ ഒരു എന്താ പറയുക, എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ചെയ്യുന്നൊരു പ്രൊഫഷൻ, എൻ്റെ പ്രൊഫഷനാണിത്. അപ്പോൾ എനിക്കിത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ടാരോ റീഡിങ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് നല്ല നല്ല പോസിറ്റീവ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വന്നു ചേരട്ടെ, നെഗറ്റീവ് കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരാനിടയാകാതിരിക്കട്ടെ എന്നാണ് ആഗ്രഹം കേട്ടോ. അപ്പോൾ ആരും ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ. പക്ഷെ നമ്മൾ ടാരോ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് വരുന്നത് അതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഗൈഡൻസ് ചോദിക്കുമ്പോൾ ദൈവം പറയും, യൂണിവേഴ്സ് പറയും, ഓക്കെ ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ അതിൽ വ്യത്യാസം ഉണ്ടാകും, അങ്ങനെയാണ് പറയാറ്. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ. അതാണ് തെറ്റിദ്ധാരണ. മാഡം പറഞ്ഞത് എന്ന് പറയും, ഞാനല്ല പറയുന്നത് കേട്ടോ. ജോലി പോയി കഴിഞ്ഞാൽ മാഡം വന്ന് ജോലി പോകുമെന്ന് പറഞ്ഞു, അതുപോലെ പോയി എന്ന് പറഞ്ഞിട്ട് പലതും വരാറുണ്ട്. ഞാനല്ല പറയുന്നത്. ഇത് ടാരോ റീഡിങ്ങിൽ കാണുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, ഇത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ എനിക്ക് ദീർഘവീക്ഷണം, ജ്ഞാനം, ഓക്കെ ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാനുള്ള ഇതൊന്നും എനിക്കില്ല, കഴിവില്ല കേട്ടോ. അപ്പോൾ 3 കളറിൽ ഞാൻ ആദ്യം പിങ്ക് ആണ് എടുക്കാൻ പോകുന്നത്. പിങ്ക് സെലക്ട് ചെയ്താലോ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ ഓറക്കിൾ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത്. പിങ്ക് സെലക്ട് ചെയ്തവർക്ക് ഓറക്കിൾ മെസ്സേജാണ്. തലകുത്തി നിന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇത് കാർഡ്സ് അങ്ങോട്ട് 3 തെറിച്ചു. ഞാനിത് എടുക്കാൻ പോവാണ്. അതൊരു ആവശ്യമില്ലാണ്ട് തെറിക്കില്ലല്ലോ. 3. ഡിസ്പെല്ലിംഗ് ഫിയർ ആൻഡ് ഓവർകമ്മിങ് അഡ്വേഴ്സിറ്റി. അപ്പം നിങ്ങളുടെ ചുറ്റും എന്തൊക്കെയോ നെഗറ്റീവ് എനർജീസ് ഉണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾക്ക് പാര വയ്ക്കാനോ, ചിലപ്പോൾ ഈ കൂടോത്രം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ നിങ്ങളെ നശിപ്പിക്കാനുള്ള ചുറ്റും നിങ്ങളുടെ ആളുകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവരെയൊക്കെ നമ്മൾക്ക് ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാൻ വേണ്ടി ദൈവത്തിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നീചശക്തികളൊന്നും അവരിൽ നിന്നുള്ള ഒരു അനുഭവം നമ്മൾക്ക് വരാതിരിക്കണേ, നമ്മൾക്കും നമ്മളുടെ വീട്ടുകാർക്കും നമ്മൾക്ക് പ്രിയപ്പെട്ടവർക്കും വരാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അതാണ് ഒരെണ്ണം. അപ്പോൾ ആരൊക്കെയോ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങൾക്ക് പണി തരാൻ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ഒരു ടോക്സിക് എനർജി, ഡീടോക്സിഫിക്കേഷൻ ആൻഡ് ക്ലെൻസിങ് എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ ബോഡി, സ്പിരിറ്റ് എല്ലാം ടോക്സിക് ആണ്. ഇപ്പം അത് നിങ്ങൾ ടോക്സിക് സിറ്റുവേഷനിൽ ജീവിക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡീടോക്സിഫൈ ചെയ്യണം, ക്ലെൻസ് ചെയ്യണം. നിങ്ങളുടെ ചക്രാസും നിങ്ങളുടെ ബോഡി, സ്പിരിറ്റ് എല്ലാം നിങ്ങൾ ക്ലെൻസ് ചെയ്യണം എന്നാണ്, ക്ലീൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ പ്രശ്നമാണെന്ന് തോന്നുന്നു പിങ്ക് സെലക്ട് ചെയ്തവരുടെ. പിന്നെ മിസ്യൂസ് ഓഫ് പവർ. മിസ്യൂസ് ഓഫ് പവർ എന്ന് പറയുന്നത് നമ്മൾക്ക് ദൈവം ഒരു കഴിവ് തരുകയാണ്. എല്ലാ മനുഷ്യരിലും കഴിവുകളുണ്ട്. അപ്പോൾ ചിലർ അത് യൂസ് ചെയ്യും, ചിലർ അത് യൂസ് ചെയ്യാറില്ല. മനസ്സിലാവുണ്ടോ? എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ അവരുടെ ഒന്നില്ലെങ്കിൽ മടിയുള്ളവരായിരിക്കും. എനിക്ക് വയ്യ, മറ്റുള്ളവർ ചെയ്തു തരട്ടെ. നമ്മൾ താൻ പാതി ദൈവം പോലും നമുക്ക് 100% ചെയ്തു തരില്ല. അതുകൊണ്ടാണ് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ മറ്റുള്ളവരെല്ലാം മുഴുവനായിട്ട് അവരെ നമുക്ക് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന എന്താണ് ഈ താൻ പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ
നിങ്ങൾ ചെയ്യാനുള്ള നിങ്ങൾ ചെയ്താലേ അതിൻ്റെ പാതി ദൈവമായിട്ട് അങ്ങോട്ട് ഉന്തി തള്ളി തരുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കാതെ ദൈവം എല്ലാം തരും എന്നാണ്, പണിക്കും പോവില്ല, പുറത്തേക്ക് ഇറങ്ങില്ല, ഒന്നും ചെയ്യാത്തവർക്ക് എന്നിട്ട് പിന്നെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അതിനുള്ള ദൈവം എന്താണോ നിങ്ങൾക്ക് തരും. നിങ്ങൾ ലോട്ടറി അടിക്കണം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോട്ടറി നിങ്ങൾ പോയി എടുക്കണ്ടേ, അല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് ദൈവത്തിന് മുകളിൽ നിന്ന് ഇട്ട് തരാൻ പറ്റില്ലല്ലോ. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള പാതി നമ്മൾ ചെയ്യുക, ബാക്കി ദൈവം ചെയ്തു തരും എന്നാണ് ഉദ്ദേശം. അപ്പോൾ ഇവിടെ എന്താ രസം എന്ന് വെച്ചാൽ ഇവിടെ മിസ്യൂസ് ഓഫ് പവർ. അപ്പോൾ ആർക്കോ കുറച്ച് ചിലപ്പോൾ അഹങ്കാരമുള്ള ആരോ ഒരാളുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇടിച്ച് താഴ്ത്തുന്ന ആളുണ്ട്. അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഞാനൊരു കാര്യം ഇപ്പം സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ഇപ്പം വീട്ടിൽ 2 പിള്ളേരുണ്ടെന്നിരിക്കുക, മൂത്തവനും ഇളയവനും, പെണ്ണായാലും ആണായാലും. അപ്പോൾ അമ്മാവൻ വന്നിട്ട് ഒരു 100 രൂപ കൊടുക്കും, 50 രൂപ അവനും കൊടുത്തേക്കണേ ഇളയവനും കൊടുത്തേക്കണേ എന്ന് പറയും. മൂത്തവൻ കൊടുക്കില്ല. മനസ്സിലായോ? അങ്ങനെ ചില സിറ്റുവേഷൻ ഉണ്ടല്ലോ. അത് ഞാൻ വളരെ സില്ലി ആയിട്ടുള്ള പിള്ളേരാണ്, അവർക്ക് അറിയില്ല, അത് വേറെ കാര്യം, സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ അതുപോലെ വലുതാവുമ്പോഴും അതേ സ്വഭാവം കാണിക്കുമ്പോഴാണ് പ്രശ്നമാവുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് സർവീസിൽ നമ്മൾ എക്സാമ്പിൾ പറയാൻ ആരെയും ഇതാക്കി പറയുന്നതല്ല, ഗവൺമെൻറ് സർവീസ് എല്ലാം വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ ഗവൺമെൻറ് ഓഫീസിൽ നമ്മൾ കയറുമ്പോൾ ഒരാളുടെ അടുത്ത് ചെന്ന് അവിടെ വാദിക്ക് നിൽക്കുന്ന പ്യൂണിനോട് പോലും നമ്മൾ ചേട്ടാ മാനേജർ അകത്തുണ്ടോ എന്ന് പറഞ്ഞാൽ അയാളൊരു പുച്ഛത്തിലാണ് നോക്കുന്നത്. മനസ്സിലായോ? നമ്മളുടെ പൈസ കൊണ്ടാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്, ആ ബോധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഭയങ്കര പുച്ഛമാണ്. വന്നിട്ടുണ്ട് കാലത്ത് 11 മണിയാകുമ്പോഴേ അവിടെ ചെന്നാൽ ഇപ്പം അങ്ങനെ ഇല്ല കേട്ടോ. ഇപ്പോൾ ഭയങ്കര സൂപ്പർവൈസേഴ്സ് ഉണ്ട്, ജോലി അപ്പം തീർക്കണം. വളരെ വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മളുടെ ഗവൺമെൻറ് ഓഫീസിൽ പണ്ടത്തെ കാര്യങ്ങൾ. അപ്പോൾ അത് ഒരു പ്യൂണാണെങ്കിലും അയാൾക്കൊരു പവറുണ്ട്. ആ പവർ അയാൾ മിസ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളെ അകത്തേക്ക് കയറ്റി വിടില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാ, സാർ അവിടെ മീറ്റിങ്ങിലാണ്, വെറുതെ പറയുന്നതാണ്. നമ്മളെ കണ്ടിട്ട് അയാൾക്ക് ഇഷ്ടപ്പെടില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊരു പവർ മിസ്യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് വലിയ പവറുകൾ വരും, അതെല്ലാം ദുരുപയോഗം ചെയ്യുന്ന സിറ്റുവേഷൻ. അപ്പോൾ ഇത് ആർക്കാണുള്ളത്? നിങ്ങളുടെ കൂടെയുള്ളവരാണോ, നിങ്ങളുടെ എനർജിയാണോ? അപ്പോൾ ഈ 3 എനർജിയും നമ്മൾ ക്ലിയർ ചെയ്യണം. പേടി മാറ്റണം, നമ്മളുടെ ടോക്സിസിറ്റി മാറ്റണം, പിന്നെ നമ്മളെ പവർ മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞ് ആ സ്വഭാവത്തിൽ വ്യത്യാസം വരുത്തണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല, നല്ലതൊന്നും നടക്കില്ല ജീവിതത്തിൽ. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ജീവിയായിക്കോട്ടെ, ഒരു പുഴുവായിക്കോട്ടെ, മനഃപൂർവ്വം നമ്മൾ അവരെ ഉപദ്രവിക്കുമ്പോൾ ദൈവം വെറുതെ ഇരിക്കുമോ? ഒരു അച്ഛൻ വെറുതെ ഇരിക്കുമോ കാണുമ്പോൾ? അച്ഛനോ അമ്മയോ അല്ലേ കാണുമ്പോൾ ദൈവം കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് ഓരോ ജീവനെയും. അത് മനസ്സിലാക്കുന്നില്ല. മനുഷ്യനെ മാത്രം വില കൊടുക്കുന്ന ആൾക്കാർ അത് മനസ്സിലാക്കുന്നില്ല. പലരോടും എന്നോട് പറയും അയ്യോ അത് ദൈവം. അപ്പം ഞാൻ ചോദിക്കുന്നത് ദൈവം ആണോ? ഈ ദൈവമല്ലേ ഇതുണ്ടാക്കിയത്? അപ്പോൾ വേറൊരാരെങ്കിലും ഉണ്ടാവും? ക്രിയേറ്റർ 2 ക്രിയേറ്റേഴ്സ് ഉണ്ടോ? ഒരു ക്രിയേറ്റർ മനുഷ്യനെ ഉണ്ടാക്കുന്നു, ഒരു ക്രിയേറ്റർ മൃഗങ്ങളെ ഉണ്ടാക്കുന്നു, ഒരു ക്രിയേറ്റർ പാമ്പുകളെ ഉണ്ടാക്കുന്നു, പുഴുക്കളെ ഉണ്ടാക്കുന്നു. പല ക്രിയേറ്റേഴ്സ് ഉണ്ടോ? പല ദൈവങ്ങളുണ്ടോ? ഇല്ല, ഒരു ദൈവമാണ്. അപ്പോൾ പിന്നെ ഈ മറ്റ് ജീവികൾ ആരാ ഉണ്ടാക്കിയത്? അപ്പം മിണ്ടില്ലാരും. അപ്പോൾ നമ്മൾ തലയൊക്കെ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുക, ചിന്തിക്കുക. മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോഴുമൊക്കെ ഞാൻ നിങ്ങളുടെ കാര്യമില്ല, ജനറൽ എനർജി പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആളുടെ നെക്സ്റ്റ് ആക്ഷനാണ് നോക്കുന്നത്. എന്ത് ആക്ഷനാണ് ആ പേഴ്സൺ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഓറക്കൽ മെസ്സേജ് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. അതല്ലെങ്കിൽ എനർജി മാറിയും മറിഞ്ഞും വരാം, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിരിക്കാം. എന്തായാലും അവരുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എടുക്കുക. ഈ റീഡിങ്സ് ഒന്നും ജെൻഡർ ബേസ്ഡ് അല്ല. എന്നുവെച്ചാൽ ആണുങ്ങൾക്ക് പ്രത്യേക റീഡിങ്, പെണ്ണുങ്ങൾക്ക് പ്രത്യേക റീഡിങ് അല്ല. എല്ലാവർക്കും കാണാൻ പറ്റുന്ന, എല്ലാ പ്രായത്തിലുള്ളവരും, കുട്ടികളില്ല, ഒരു കൊച്ചുകുട്ടികളൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട് അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവരൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പഠിക്കുക, അവരുടെ ആവശ്യമുള്ള മുമ്പോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത് കാണുക കേട്ടോ. അപ്പോൾ അവരുടെ ഓവറോൾ, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? എനിക്ക് 2 കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. 2ഉം റിവേഴ്സാണ് വന്നേക്കുന്നത്. പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ. അപ്പോൾ 6 ഓഫ് വാൻഡ്സ് റിവേഴ്സ്. എന്തോ ഒരു വിജയം കൈവരിക്കാൻ പോയപ്പോൾ അത് വിജയിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഒരു പരാജയം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ പരാജയം വളരെ കോൺഫിഡൻസ് ഉള്ള, വളരെ അഹങ്കാരമുള്ള ഒരു എനർജിയാണിത്. അപ്പോൾ ഒരു തിരിച്ചടി കിട്ടിയ പോലെ ഞാനെല്ലാം വെട്ടിപ്പിടിക്കും, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണെന്ന് ഒരാൾ വിചാരിച്ച് വെച്ചിരുന്നു. അപ്പോൾ ആ പേഴ്സണ് ഇപ്പോൾ തിരിച്ചടികൾ കിട്ടുമ്പോൾ അത് പേടിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു സംശയം, ഇനി ഞാൻ വിചാരിച്ച അത്രയും സ്മാർട്ടല്ലേ, ഞാൻ വിചാരിച്ച അത്രയും കഴിവുകൾ എനിക്കില്ലേ, എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു അത് എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ കാർഡ് ഒന്ന് ക്ലാരിഫൈ, 2 കാർഡ്സും ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു എനർജിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ, അപ്പോൾ ഇത്തിരി കുറച്ചൊരു സിറ്റുവേഷൻ, ഒരു ഇതുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഓറക്കൽ മെസ്സേജ് നിങ്ങളുടെ പേഴ്സണാണ് കുറച്ചും കൂടെ ആപ്റ്റ്, പക്ഷേ ആ പേഴ്സൺ ഇത് കാണുന്നില്ലല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ 6 ഓഫ് wandsനെ ക്ലാരിഫൈ ചെയ്യുന്ന 4 ഓഫ് Pentacles ആണ്. അത്യാർത്ഥിയുള്ള ഒരാൾ, പണത്തിന് പുറകെ, മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും വില നൽകാത്ത, എവിടെ പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ എല്ലാം ഇട്ടെറിഞ്ഞ് പുറകെ പോകുന്ന ഒരാൾ. അപ്പോൾ അയാൾക്കൊരു തിരിച്ചടി കിട്ടുകയാണ് ചെയ്തത്. ഇത് മൂവിങ് ഓൺ എന്നാണ് പറയുന്നത്. 6 ഓഫ് Swords ആണ്. 6 ഓഫ് Swords എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ, ഓക്കെ പൈസ കിട്ടുമെന്ന് വിചാരിച്ചു, അത് കിട്ടിയില്ല, എന്നാൽ പിന്നെ ഞാൻ അവിടെ വെറുതെ നിന്ന് സമയം കളയുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന് വിചാരിക്കുന്ന ഒരാൾ. അപ്പോൾ ഇവിടെ ഒരു സെൽഫ് ഡൗട്ട്. ഇവിടെ മദർ ഓഫ് സ്വേർഡ്സ് ഉണ്ട്. മദർ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ക്വീൻ ഓഫ് സ്വേർഡ്സ് ആണ്. ക്വീൻ ഓഫ് സ്വേർഡ്സ് എന്ന് പറയുമ്പോൾ ഇവർ ഒട്ടും ഇമോഷണൽ അല്ലാത്ത ഒരു എനർജിയാണ്. ഹൃദയം കൊണ്ടല്ല, ഹൃദയം കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇമോഷണൽ ആവും. തല കൊണ്ട് ചിന്തിക്കുമ്പോൾ അവിടെ ദയാ, കരുണ ഫീലിങ്സ് ഒക്കെ അവർക്ക് ഉണ്ടെങ്കിലും അവർ ഇതാണ് നേച്ചറിൻ്റെ. ഇപ്പം നമ്മൾ ആനിമൽ പ്ലാനറ്റ് ഒക്കെ കാണുമ്പോൾ ഈ ഫോട്ടോ എടുക്കണവർ കാണുന്നുണ്ട് മാനിനെ, സിംഹമൊക്കെ ഓടിച്ചിട്ട് പിടിച്ച് തിന്നുന്നത്. അപ്പോൾ നമ്മൾ ഈ മൃഗങ്ങളിൽ, മരിക്കാൻ പോകുന്ന മൃഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കൊല്ലാൻ പോകുന്ന മൃഗങ്ങളിൽ കണ്ണിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കര ദയ തോന്നും. അതുകൊണ്ടാണ് ഈ നമ്മൾ, എന്നാണ് എനിക്ക് തോന്നാറ് കേട്ടോ, കൊല്ലാൻ പോകുന്ന മൃഗങ്ങളെ അവർ കശാപ്പുകാർ അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ അവർ പിന്നെ മനസ്സ് കല്ലാക്കിയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്കത് ജോലി ചെയ്യാൻ പറ്റില്ല, അവരുടെ കർമ്മമാണത്. അപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവരോട് മനുഷ്യത്വത്തോടെ പെരുമാറിക്കഴിഞ്ഞാൽ അവരെ കൊല്ലാൻ പറ്റില്ല ഓബ്വിയസ്ലി. അപ്പോൾ അതുങ്ങൾ നിർജീവമായ സാധനങ്ങളാണെന്നതിലാണ് ഇവരെ കൊല്ലുക. അവരൊരു ജോലി പോലെയാണ് ചെയ്യുന്നത്, മനസ്സിലായി. അവർക്ക് ആ ഇമോഷൻസ് അവർ അടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ എനർജി വളരെ പ്രാക്ടിക്കലാണ്. മറ്റുള്ളവർക്ക് ഹേർട്ട് ആവുമെന്ന് പറഞ്ഞാലും സത്യമായ കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും. ആൾക്ക് എന്ത് വേദന ഉണ്ടായാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ പറയാനുള്ള പറയും എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണിത്. ഹൃദയം, തല കൊണ്ട് പ്രതികരിക്കുന്ന ഒരു എനർജി. ഇവരെ പറ്റിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വളരെ ആർക്കും അവരെ പറ്റിക്കാൻ പറ്റില്ല, കാരണം അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അങ്ങനത്തെ വളരെ സ്മാർട്ടായ, ഇൻ്റലിജൻ്റ് ആയ ഒരു എനർജിയാണിത്. ഇവിടെ 3 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. 3 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയാണ്, ഒരു ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ ഫ്രണ്ട്ഷിപ്പിന് വില നൽകാത്ത ഒരാളാണിത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആവശ്യത്തിന് നിൽക്കും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കൂടെ ആവശ്യത്തിന് നിൽക്കും. പക്ഷേ അത് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉടനെ പ്രശ്നങ്ങൾ അവരുടെ തലയിൽ വെച്ചിട്ട് മുങ്ങുന്ന ഒരാൾ. ഒരിക്കലും തൻ്റെ തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ പേഴ്സൺ ഉള്ളിൻ്റെ ഉള്ളിൽ ഡൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ അല്ലേ, ഞാൻ അത്ര കഴിവുള്ള ആളല്ലേ എന്നൊരു ചിന്ത ഈ എനർജിക്ക് വരുന്നുണ്ട്. അതാണ് പേഴ്സൻ്റെ ഓവറോൾ എനർജി. ഇനി ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. പേഴ്സൺ ഭയങ്കര ഇമോഷണലി സ്ട്രെസ്ഡ് ആണ്. ഒരു കള്ളത്തരം ചെയ്യാൻ പോകും, ഇങ്ങനെയാണ് കാർഡ് വീണത്. നെഗറ്റീവും അല്ല പോസിറ്റീവ്, ചെയ്യാൻ പോകുന്നേ ഉള്ളൂ എന്നുവെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഒരു കള്ളത്തരം, മനസ്സിലായോ? അതല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത ഒരു സീക്രട്ട് ഈ പേഴ്സണൽ ലൈഫിലുണ്ട്. ഈ പേഴ്സൺ ചീറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ മോഷണമോ അവരുടെ അടുത്ത് നിന്ന് പൈസ മേടിച്ച് കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് ഈ പേഴ്സണ്. പിന്നെ ക്വീൻ ഓഫ് പെന്റിക്കിൾസ്, ഇത് ആരുടെ അടുത്ത് നിന്നാണ്? ഒരു കിങ് ഓഫ് കപ്സ് റിവേഴ്സും ഒരു 7 ഓഫ് സ്വേർഡ്സും. പിന്നെ ആരെയോ പറ്റിക്കാൻ ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ പണത്തിന് ആവശ്യമുള്ളപ്പോൾ ആരുടെ അടുത്തോ, ഇത് ക്വീൻ ഓഫ് പെന്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ വളരെ അബണ്ടൻ്റ് ആയ, ഫിനാൻഷ്യലി അബണ്ടൻ്റ് ആയ ഒരു എനർജിയാണ് ക്വീൻ ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുന്നത്. ജോലിയും അതുപോലെ തന്നെ ഫാമിലിയും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എനർജിയാണ് ക്വീൻ ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് പൈസ മേടിച്ചിട്ട് കൊടുക്കാതിരിക്കുകയാണോ, ഇത് നിങ്ങളാണോ, അതോ
അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ പൈസ ചോദിക്കുന്നുണ്ടോ? ഭയങ്കര ഇമോഷണലായിട്ട് കപടമായ ഇമോഷൻസ് കാണിച്ച് കരഞ്ഞു വിളിച്ച് നിങ്ങളുടെ അടുത്ത് വന്ന് ചിലർ കരയും എന്നുവെച്ചാൽ കണ്ണീന്ന് വെള്ളം വരും, ഉപ്പ് ഗ്ലിസറിൻ ഇട്ടിട്ട് വെള്ളം എടുക്കുന്ന പോലെ. അപ്പോൾ അങ്ങനെ കണ്ണീന്ന് ചുസിച്ചിട്ട് കരയുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ, അത് കാര്യം നടക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണിത്. വളരെ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയ എനർജി, കള്ളത്തരം ഭയങ്കരമായിട്ടുള്ള എനർജി, മറ്റുള്ളവർ ചീറ്റ് ചെയ്യുന്ന എനർജി. ആ ഒരു എനർജി നിങ്ങളുടെ അടുത്ത് നിന്നാണോ വേറെ ആയിരുന്നോ പൈസ മേടിച്ചിട്ട് കൊടുക്കാതിരിക്കുകയാണോ അതോ മേടിക്കാൻ പ്ലാൻ ഇടുകയാണോ? കള്ളത്തരം പറയണം, തിരിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇത്ര ദിവസം കൊണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞ പൈസ എടുക്കാൻ പോവാണ്. അതല്ലെങ്കിൽ നിങ്ങൾ സ്വരൂപിച്ച് വെച്ചേക്കുന്ന പൈസ മോഷ്ടിക്കാനായിട്ട് ഈ പേഴ്സണ് പ്ലാൻ ഉണ്ട്. നിങ്ങളോ ഇപ്പോൾ ഈ പേഴ്സൺ ആരുടെ കൂടെയാണ്? ഒന്നില്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫാമിലി, അമ്മ, അവരുടെ അടുത്തു നിന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുനിന്നോ ഈ പേഴ്സൺ ഇപ്പോൾ ആരുടെ കൂടെയാണ് അവരുടെ അടുത്തുനിന്നോ പൈസ മോഷ്ടിക്കാനുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിംഗ് നിങ്ങളുടെ പേഴ്സണ് ഇപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ടവർ മൊമെന്റ് കാണിക്കുന്നുണ്ട്. ഇനി കാണിച്ചു തരും. ഒരു ടവർ കാണിക്കുന്നുണ്ട്. ടവർ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ആപത്ത് വിചാരിച്ചിരിക്കാതെ ഒരു അത്യാപത്ത് വരിക, അതാണ് ടവർ. ഒരു നിങ്ങളോട് ഈ പേഴ്സണ് ഫീൽ ചെയ്യുന്ന നിങ്ങളെ ഈ പേഴ്സൺ ചിലപ്പോൾ വളരെ സാധുവായ കള്ളത്തരം ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു എനർജി ആയിട്ടായിരിക്കും കണ്ടത്. അപ്പോൾ പക്ഷേ അതുപോലെ തന്നെ ഒരു 10 of Cups ആണ് ഈ പേഴ്സൺ പ്രതിനിധിച്ച്. ഈ പേഴ്സൻ്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളെ വളരെ ബ്ലൈൻഡായിട്ട് ഈ പേഴ്സൺ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്സ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൻ്റെ ക്യാരക്ടർ ഭയങ്കര ടോക്സിക് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുമായിട്ടൊരു 10 of Cups ആണ് പേഴ്സൺ ആഗ്രഹിക്കുന്നത്. കുട്ടികൾ, നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവോ ഭാര്യ ആയിരിക്കാം, അല്ലെങ്കിൽ പ്ലാൻ ഉണ്ട് നിങ്ങളുമായിട്ടൊരു കുടുംബജീവിതം, കുട്ടികൾ, അങ്ങനെ ഒരു കുടുംബജീവിതം പ്ലാൻ ഉണ്ട് ഈ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ താമസിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇത്തിരി അകൽച്ചയിലാണെങ്കിൽ ഈ മനസ്സിലായോ, ഈ പേഴ്സൺ ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ടവർ മൊമെൻ്റ് ഉണ്ടായി, അങ്ങനെ നിങ്ങൾ സെപ്പറേറ്റ് ആവേണ്ടി വന്നതാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളും നിങ്ങളുടെ പേഴ്സൺ ഉണ്ടോ, അതോ ഭർത്താവും കുട്ടികളുമാണോ സിറ്റിയിലുള്ളത് അറിയില്ല, നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ ആ സിറ്റുവേഷനിലേക്ക് തിരിച്ചു പോകണം, ഫൂളാക്കി കൊണ്ട് ഇരിക്കുകയായിരുന്നു ഈ പേഴ്സൺ നിങ്ങൾ ഭാര്യയാണോ ഭർത്താവാണോ എന്നറിയില്ല. പക്ഷെ വളരെ സന്തോഷകരമായ കുടുംബജീവിതം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് വലിയൊരു അത്യാപത്ത് അവിടെ വരികയും നിങ്ങൾ ഈ പേഴ്സൺ ഫൂളാക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. മനസ്സിലാവുണ്ടോ? അപ്പം നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കള്ളത്തരം ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അത് ഈ പേഴ്സൺ ഒരു പണിയാണ്. 10 of Cups ഒന്ന് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. 10 of Cupsനെ ക്ലാരിഫൈ ചെയ്യുന്നത് ജഡ്ജ്മെൻറ്റും. അപ്പോൾ ഈ പേഴ്സൻ്റെ കള്ളി വെളിച്ചത്തായി. പക്ഷേ ഈ പേഴ്സൺ സമ്മതിക്കുന്നില്ല. ഈ പേഴ്സൺ നിങ്ങളോട് നുണ പറയുന്നത് ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയല്ല. നിങ്ങൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞു ഈ പേഴ്സൻ്റെ. നിങ്ങൾ ശരിക്കും പൊട്ടനാക്കിയോ കൊണ്ടോ ഇരിക്കുകയായിരുന്നു ഈ പേഴ്സൺ. അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങൾ കാര്യം മനസ്സിലായി. അപ്പോൾ എന്താണ് ഈ പേഴ്സൺ നെക്സ്റ്റ് എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്? ഒരു ആക്ഷനും എടുക്കാൻ പോകുന്നില്ല. ഈസ് ഓഫ് വാൻസ് റിവേഴ്സാണ്. അപ്പോൾ ഈ പേഴ്സൺ ഇത് കാർഡ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഒന്നും ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഒന്നും ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഇല്ല. ഈ പേഴ്സൺ ഇപ്പോൾ ആരെയോ പറ്റിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി കൂടെ നിൽക്കുന്ന ആളായിരിക്കാം. പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പോൾ മനസ്സിലാവുണ്ടോ? നിങ്ങളുടെ കൂടെ നിന്ന് പോയിട്ടില്ല ഈ പേഴ്സൺ. അതാണ് ഇവിടെ രസം. പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് വെളിവായെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇവിടെ ഒരു സെപ്പറേഷൻ ഇല്ല. അപ്പോൾ ഇവിടെ നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനോ ഇത് ഞാനല്ല ചെയ്തതെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനോ ഒന്നും ഈ പേഴ്സൺ നോക്കുന്നില്ല. കാരണം ഈ പേഴ്സണ് മനസ്സിലായി ഈ സിറ്റുവേഷൻ കൈവിട്ട് പോയിരുന്നു. അപ്പോൾ ഈ പേഴ്സൺ ബ്രസ്റ്റിലാണ്, കൺട്രോൾ ചെയ്യുന്നില്ല, സിറ്റുവേഷൻ വിട്ട് കളഞ്ഞു. ഇത് വരുന്ന പോലെ വരട്ടെ. അപ്പം നിങ്ങളുടെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന പൈസ മോഷ്ടിക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഇവിടെ കയറിയിട്ട് ഒരു വളരെ പാസീവായിട്ടുള്ളൊരു ഇതാണ് കാണിക്കുന്നത്. ഇപ്പം അധികം ആരോട് സംസാരിക്കുന്നില്ല, വഴക്കുണ്ടാക്കുന്നില്ല, ഒതുങ്ങി കഴിയാണ്. പക്ഷെ ഉള്ളിൽ കുറേ പ്ലാനുകളുണ്ട്. അപ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ആരാണ് നിങ്ങളെന്ന് എനിക്കറിയില്ല, എന്തായാലും നിങ്ങളൊന്ന് സൂക്ഷിക്കുന്ന നല്ലതാണ്. ഈ പേഴ്സൺ ഒതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പുറത്തൊന്നും പോകുന്നില്ല, വെള്ളം ഒടിക്ക് കുറഞ്ഞു, ഇപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ മനസ്സമാധാനത്തോടെ പറയുമ്പോൾ ഈ പേഴ്സൻ്റെ മനസ്സിൽ ഈ പേഴ്സൺ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് പിങ്ക് സെലക്ട് ചെയ്തിട്ട് റെഡി.
സ്കോർപ്പിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ നിങ്ങളോട് അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കുന്നുമില്ല. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, അക്വേറിയസ്, സ്കോർപ്പിയോ, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Scorpio, Aries, Leo, Sagittarius. ഇത്രയും സോഡിയാക് സൈൻസ് ആണ് കണ്ടത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഇനി ഞാൻ പോകാൻ പോകുന്നത് ബ്ലൂ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് കേട്ടോ. അപ്പോൾ ബ്ലൂ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ആണ്. ചില പേഴ്സണൽ റീഡിങ്സിൽ ഈ ഓറക്കിൾ കാർഡ് 3-4 വീഴും. അതൊരു കഥ പോലെ ഇതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അതിശയം തോന്നാറുണ്ട് ചില പ്രാവശ്യം. എനിക്കിത് ഭയങ്കര വിശ്വാസമാണ് ഈ കാർഡ്സിൽ. അതുകൊണ്ടാണ് ഞാൻ ശിവനോട് പ്രാർത്ഥിക്കുന്നത് റീഡിങ് എടുക്കുമ്പോൾ. ഓറക്കിൾ മെസ്സേജ് നീല സെലക്ട് ചെയ്തവർക്ക്, ബ്ലൂ സെലക്ട് ചെയ്തവർക്കല്ല ഓറക്കിൾ മെസ്സേജ്. അപ്പോൾ തൃശൂലം എന്ന് പറഞ്ഞാൽ പവറാണ്. നിങ്ങളുടെ ഇല്യൂഷൻ, നിങ്ങളുടെ തെറ്റിദ്ധാരണകളിൽ നിന്നും നിങ്ങളുടെ ഈഗോയിൽ നിന്നും നിങ്ങൾ വിടുതൽ മേടിക്കണം എന്നാണ് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ നിങ്ങൾക്ക് നോളജ് കിട്ടും. വിസ്ഡം എന്ന് പറഞ്ഞാൽ ജ്ഞാനം. പിന്നെ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള വഴി തുറന്ന് കിട്ടും, ജ്ഞാനം ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനാണ് പവറാണ്. അപ്പോൾ നമ്മളുടെ തെറ്റിദ്ധാരണകൾ, നമ്മളുടെ ഈഗോയിൽ നിന്ന് വിടുതൽ നേടണം എന്നാണ് പറയുന്നത്. പിന്നെ ഭാങ്, അഡിക്ഷൻ. അപ്പോൾ ആർക്കോ എന്തോ കാര്യത്തിൽ മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങളിൽ എന്നുവെച്ചാൽ, മെറ്റീരിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും, ദൈവികമല്ലാത്ത കാര്യങ്ങൾ, സ്പിരിച്വൽ അല്ലാത്ത കാര്യങ്ങളൊക്കെ മെറ്റീരിയലിസ്റ്റിക് ആണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇതിലും സ്പിരിച്വാലിറ്റി ആണെന്നുള്ളത്, ഇതിലും സ്പിരിച്വാലിറ്റിയാണ് പറയുന്നത്, ദൈവത്തിനെ അറിയുക. പിന്നെ സ്റ്റിൽനെസ്, എക്സ്റ്റേണൽ ഫോഴ്സസ്, ദ സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റേയിങ് കാം ആൻഡ് കമ്പോസ്ഡ്. അപ്പം നിങ്ങളുടെ ചുറ്റും ചാലഞ്ചസ് ഉണ്ട്. The current stillness period you are experiencing is a precursor to the upcoming trials that lies. അപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് കുറേ പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട്. ചുറ്റുമുള്ള ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട്, അതുകൊണ്ടാണ് ഇത് രണ്ടും പവറിൻ്റെ കാര്യം പറയുന്നത്. മനസ്സിലാവുണ്ടോ? സ്പിരിച്വലി നിങ്ങൾ അവെയറാണ്. കാരണം നിങ്ങളുടെ മുമ്പിലേക്ക് പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ദ കറൻറ്റ് ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല, ഇപ്പം എല്ലാം ശാന്തമായിട്ട്. പക്ഷേ ഈ ശാന്തത ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്ന ഓറക്കിൾ മെസ്സേജ്. പിന്നെ ഇവിടെ കാണിക്കുന്നത്, അപ്പോൾ എന്തെങ്കിലും ഇത് പലരുടെ റീഡിംഗ് ആണോ ഒരാളുടെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇവിടെ കാണിക്കുന്നത് എംബ്രേസിങ് എ ഫ്രഷ്. അപ്പോൾ ഗണപതി, നമ്മൾ ഹിന്ദുക്കൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ഗണപതി ഭഗവാനും പ്രാർത്ഥിക്കും. എന്നുവെച്ചാൽ വിഘ്നേശ്വരനാണ്, വിഘ്നങ്ങളെല്ലാം മാറ്റി തരുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ ആരോ എന്തോ ഒരു കാര്യത്തിന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത്, അപ്പോൾ ചിലപ്പോൾ ഗണപതിയുടെ ഭക്തനായിരിക്കാം അല്ലെങ്കിൽ ഭക്തയായിരിക്കാം. അപ്പോൾ എന്തോ ഒരു കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഭഗവാൻ നിങ്ങൾ ഫേസ് ചെയ്ത പ്രശ്നങ്ങളെല്ലാം ഭഗവാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ തുടക്കമാകാൻ ഉള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ തുടങ്ങിക്കോളൂ എന്ന് പറയുന്നത്. ഇത് ആർക്കോ സ്പെസിഫിക് ആയിട്ടുള്ള ആർക്കോ ഉള്ളൊരു മെസ്സേജാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഓറക്കിൾ കാർഡ്സാണ് ഇവിടെ വന്നത്. ഇനി ഞാൻ റീഡിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഓവറോൾ എനർജി എന്താണ്? ഇപ്പോഴത്തെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്?
എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് കോ ഡിപ്പെൻഡൻസി, രണ്ടുപേരും തമ്മിൽ ഒരാൾക്ക് മറ്റേ ആളുടെ ആവശ്യമുണ്ട് എന്ന് നോക്കുമ്പോഴാണ് റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോവുക. പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, കോംപ്രമൈസ് ചെയ്യും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പിള്ളേരെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് എല്ലാവരും ആരും കോ ഡിപ്പെൻഡൻസി പാടില്ല, ആരും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ റിലേഷൻഷിപ്പ് വർക്ക് ആവില്ല. അത് നമ്മൾ തെറ്റായിട്ടാണ് പിള്ളേരെ പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നാറ്. കുറച്ചൊക്കെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം നമ്മൾ മറ്റുള്ളവരിൽ, എന്നാലേ നമുക്ക് അവരോട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് വരുള്ളൂ. പ്രശ്നങ്ങളുണ്ടാവും എല്ലായിടത്തും, അത്രയും നമുക്ക് മാക്സിമം ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു 80% പ്രശ്നങ്ങളില്ല, ഒരു 20% പ്രശ്നമെങ്കിൽ അത് ഡിവോഴ്സിലേക്ക് പോകുന്നതും ആ റിലേഷൻഷിപ്പ് വിട്ടു പോകുന്നതും വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മളെ ഇഷ്ടമല്ല, നമ്മൾക്ക് ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഓക്കെ, നമ്മൾ അങ്ങനത്തെ ഒരു വിട്ടു പോകുന്നതിനൊക്കെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, വെറുതെ നരകിച്ച് ജീവിക്കുന്നതിലും ഭേദം. എന്തായാലും ഞാൻ എൻ്റെ ഉള്ളിൽ വന്നൊരു കാര്യം, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഇതാണ്. ഈ പേഴ്സണ് എന്തൊക്കെയോ പ്ലാനുകളുണ്ട് കേട്ടോ, പക്ഷേ ഈ പ്ലാനുകൾ മുമ്പോട്ട് പോകാനുള്ള ഒരു ധൈര്യമില്ല. ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്നും കൂടെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാമെന്ന് ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ടെങ്കിലും അതിനി തെറ്റായി പോയാലോ? ഈ വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് വരുന്നത് നമ്മൾ ചേഞ്ച് നമ്മുടെ ലൈഫിലേക്ക് വരികയാണ്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് നല്ലതുമാവാം ചീത്തയുമാവാം, മനസ്സിലായി? എന്തെങ്കിലും ഒരു ചേഞ്ച്. അപ്പോൾ ആ ചേഞ്ചിനെ നിങ്ങളുടെ പേഴ്സൺ റെസിസ്റ്റ് ചെയ്യാണ്. ആഗ്രഹമുണ്ടെങ്കിലും ആ ചേഞ്ച് വേണ്ട, എനിക്ക് പോണ പോലെ പൊക്കോട്ടെ എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലുണ്ട്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഒരു ഓഫർ വന്നു നിങ്ങളുടെ പേഴ്സണ്, പക്ഷേ ഇവിടെ ആ ഓഫറിൻ്റെ കൂടെ ഒരു ഹാർട്ട് ബ്രേക്കും കൂടെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇത് എക്സിൻ്റെ അടുത്ത് നിന്ന് വന്നൊരു ഓഫറായിരിക്കാം, മനസ്സിലായോ? അതല്ലെങ്കിൽ ഇത് ഒരു ഓഫർ, നിങ്ങളൊരു ഓഫർ കൊടുത്തപ്പം ഇവിടെ ഈ പേഴ്സൺ അത് റിജക്റ്റ് ചെയ്താവാം. കാരണം എന്ന് വെച്ചാൽ ഈ പേഴ്സണ് പാസ്റ്റിലൊരു ഹാർട്ട് ബ്രേക്കിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഓഫേഴ്സ് ഒന്നും ഈ പേഴ്സൺ എടുക്കുന്നത് മുമ്പോട്ട് പോകണം എന്നുണ്ട്, ഓഫർ എടുക്കണം എന്നുണ്ട്, പക്ഷെ ധൈര്യമില്ല. അതുകൊണ്ടാണ് ചേഞ്ചിനെ ഈ പേഴ്സൺ റെസിസ്റ്റ് ചെയ്യുന്നത്. ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് ഈ പേഴ്സൻ്റെ ലൈഫിൽ. വലിയൊരു റിലേഷൻഷിപ്പിൽ, പേഴ്സൻ്റെ ഏതൊരു റിലേഷൻഷിപ്പിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ചതിയും വഞ്ചനയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് റെസിസ്റ്റ് ചെയ്ത് ഞാൻ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ചേഞ്ച് എൻ്റെ ലൈഫിലേക്ക് വരാൻ ഞാൻ ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തയാണ് ഞാൻ പറയുന്നത്, വളരെ അടിപിടി ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു 9 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. 9 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ വളരെയധികം ആഗ്രഹിച്ച് മോഹിച്ചിരുന്ന ഒരു സിറ്റുവേഷനാണ് ഈ പേഴ്സൻ്റെ കയ്യിൽ വന്നു ചേർന്നിരിക്കുന്നത്. നിങ്ങളാവാം, ജോലിയാവാം, എക്സ് ആവാം, ആരോ. പക്ഷേ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ബഹളമാകും. ഇതൊരു നല്ലൊരു സക്സസ്ഫുൾ സിറ്റുവേഷൻ ആകില്ല. ഒരു ഹാർട്ട് ബ്രേക്ക് ഇവിടെ പോസിബിലിറ്റി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഓഫർ വന്നേക്കുന്നതിന് റിജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. അത് പെണ്ണായാലും ആണായാലും. അപ്പോൾ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? 5 ഓഫ് പെന്റിക്കിൾസ്. വളരെ പണത്തിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എല്ലാം ഇല്ലായ്മയാണ് ഈ പേഴ്സൻ്റെ ജീവിതത്തിനെ ഇപ്പോൾ ഭരിക്കുന്നത്. സ്നേഹമില്ലായ്മ, സന്തോഷമില്ലായ്മ, ഒരു എന്താ പറയുക, ഒരു പവറില്ലായ്മ, അതുപോലെ തന്നെ പണമില്ലായ്മ, ഇതെല്ലാം നെഗറ്റീവ്. ഇവിടെ നെഗറ്റീവ്, ലവ് നെഗറ്റീവാണ്. ഈ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഇവിടെ കണ്ട കാർഡിന് ഇതും എംപറർ, ഒരു അധികാരമോഹി പോലെ ഒരാൾ. പിന്നെ ഈവൻ ഇത് 5 ഓഫ് പെന്റിക്കിൾസ് ഇല്ലായ്മയാണ് കാണിക്കുന്നത്, പണം എന്തിൻ്റെങ്കിലും ഇല്ലായ്മ. ഈ കിങ് ഓഫ് പെന്റിക്കിൾസ് ഭയങ്കര ധനവാനാണ്, ധനവതിയാണ്. പക്ഷെ അത് റിവേഴ്സ് വന്നപ്പോൾ ഇവിടെയും കുറേ കടം കയറി മുഴുകിയിരിക്കുന്ന ഒരാൾ, ഒരു വഴിയും മുമ്പോട്ട് കാണാൻ പറ്റാത്ത, സ്നേഹം ആരുടെയും സ്നേഹം കിട്ടാത്ത, ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ബ്രേക്ക് ആയിരിക്കുന്ന
അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുകളാണ്, നിങ്ങളായിട്ട് പ്രശ്നങ്ങളുണ്ട് ഈ പേഴ്സണ് കേട്ടോ. അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയി കാണാൻ നിങ്ങളെ മനസ്സിലുള്ള ആളാണ്, അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിലും ഹാപ്പി അല്ല ഈ പേഴ്സൺ. പക്ഷേ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ചില കാര്യങ്ങൾ ഈ പേഴ്സണ് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഈ പേഴ്സണ് ഭരിക്കാൻ പറ്റുന്നുണ്ട്. ഈ പേഴ്സൺ മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് ഇപ്പോഴും കിട്ടുന്നുണ്ട് ഈ പേഴ്സണ്. അപ്പോൾ ഈ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യം മിക്കവർക്കും അറിയില്ല, പൈസ ഇല്ലായ്മ. അപ്പോൾ പൈസയിൽ പുറംപോച്ച് കാണിക്കുന്ന ഒരാളാണ്. കയ്യിലൊന്നും ഇല്ലെങ്കിലും 4 പേർക്ക് അത് അറിയില്ല, അതെങ്ങനെയാണ് മറച്ചു വെക്കേണ്ടതെന്ന് വളരെ സ്മാർട്ടായിട്ട് ചെയ്യുന്ന ഒരാളാണ്. പണത്തിന് ഭയങ്കര ഞെരുക്കമാണ്. അതുപോലെ തന്നെ എല്ലാവരും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സണെ കേട്ടോ. ഇതാണ് ഈ പേഴ്സണൽ സിറ്റുവേഷൻ. പണത്തിന് കുറേ കടങ്ങളൊക്കെ മേടിച്ച് കടം കയറി മുടിഞ്ഞിരിക്കുന്ന ഒരാളാണ്. റിലേഷൻഷിപ്പിലും പ്രശ്നം, ചിലപ്പോൾ ഈ കടത്തിൻ്റെ കാര്യം കൊണ്ടും പണമില്ലായ്മ കൊണ്ടുമായിരിക്കും റിലേഷൻഷിപ്പിൽ പ്രശ്നമുള്ളത്. പക്ഷെ പുറമേ കാണിക്കുന്നത് ഞാൻ ഇപ്പോഴും ഭയങ്കര, അപ്പോൾ വലിയൊരു നല്ല ആസ്തി ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോൾ ഒന്ന് സ്ത്രീ ആയാലും പുരുഷനായാലും നല്ലോണം പണം ഉണ്ടായിരുന്നു, പക്ഷെ മുടിഞ്ഞു പോയി, മനസ്സിലായോ? അപ്പോൾ എന്നാലും പുറമേ കാണിക്കുമ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ, ഇതിലെല്ലാം വളരെ, എനിക്ക് ലൈഫിൽ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് ഈ പേഴ്സൺ കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി കാണിക്കുന്നത്, അല്ല കറണ്ട് സിറ്റുവേഷൻ. നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് പേഴ്സണ്? Ace of Pentacles. ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണിത്. ഇവിടെ ഡെവലും ഉണ്ട് കേട്ടോ. പേഴ്സൺ നന്നായിട്ട് കള്ളം പറയുന്ന ഒരാളാണ്, ഉള്ളിലുള്ളത് പുറത്ത് കാണിക്കാത്ത ഒരു ക്യാരക്ടർ. അപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചില പുരുഷനാണോ സ്ത്രീയാണോ അവിടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളെ ഈ പേഴ്സൺ, നിങ്ങൾ ഭയങ്കര ദാനശീലമുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ പേഴ്സണെ സഹായിക്കും എന്നാണ്, പണം കൊടുത്ത് സഹായിക്കാൻ കഴിവുള്ള ആളാണ് നിങ്ങൾ. അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങൾ ഭയങ്കര ബാലൻസ്ഡ് ആണ്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടൊക്കെ പെരുമാറാൻ കഴിയുന്ന, വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള, അങ്ങനെ വെറുതെ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാതെ വളരെ ശാന്തമായ പ്രകൃതമായ ഒരാളാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഭയങ്കര ഹൈ പൊസിഷനിലാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ജോലിയിലാണെങ്കിൽ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ബിസിനസ്സൊക്കെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ പബ്ലിക് റെക്കഗ്നിഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്, ഈ പേഴ്സൺ ആലോചിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന്, സഹായം അഭ്യർത്ഥിക്കണമെന്ന്. പക്ഷേ അതുമല്ല, നിങ്ങളെക്കുറിച്ച് ഒബ്സസ്ഡ് ആണ് ഈ പേഴ്സൺ. നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളുടെ അടുത്ത് നിന്ന് സഹായം എടുക്കണം എന്ന കാര്യത്തിൽ വളരെ ഒബ്സസ്സീവായിട്ട് ഡെവൽ എനർജിയാണിത്. ഉദ്ദേശം നല്ലതല്ല, അതാണ് നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ പേഴ്സൻ്റെ ഉദ്ദേശം നല്ലതല്ല. ഈ പേഴ്സൺ ഒന്നുമില്ലെങ്കിലും മറ്റുള്ളവരെ, ചിലരുണ്ട് നമ്മളോട് ഒന്നും വേണം, എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ ഒന്നും വേണ്ടെന്ന് പറയും, പക്ഷേ മൊത്തത്തിൽ നമ്മളുടെ ചിലവിലാണ് കഴിയുന്നത്. അപ്പം നമ്മൾ ഓർക്കുമ്പോൾ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പം ഒരാൾ ഉണ്ടായിരുന്നു. ആ പേഴ്സണെ കുറിച്ച് അവൾ പറഞ്ഞത്, ശമ്പളം ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. ശമ്പളം ഇതുവരെ ഞങ്ങൾ കമ്പനി തുടങ്ങിയിട്ട്, അപ്പോൾ ആ പേഴ്സണും ഇവളും കൂടിയാണ് കമ്പനി തുടങ്ങിയത്. അപ്പോൾ ഇന്ന് വരെ ഞാൻ പൈസ ശമ്പളം കൊടുത്തിട്ടേ ഇല്ല. അവൻ്റെ മൊബൈൽ ചാർജ് ചെയ്ത് കൊടുക്കുന്ന, മൊബൈൽ മേടിച്ച് കൊടുക്കുന്ന, അവൻ്റെ ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നത് ഒക്കെ കമ്പനിയാണ്. അവൻ താമസിക്കുന്നത് അവരുടെ കമ്പനി ഇതിൽ, അക്കോമഡേഷൻ. സാലറി ഇല്ല, പക്ഷേ അവൻ്റെ കാര്യം ഭക്ഷണം അവരുടെ വീട്ടിൽ നിന്ന്, മനസ്സിലായി? മൊത്തത്തിലെ ചിലവ് കഴിയുന്നുണ്ട്, പക്ഷേ സാലറി ആയിട്ട് നമ്മളുടെ അടുത്തൊന്നും മേടിക്കുന്നില്ല. ഇങ്ങനൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഈ പേഴ്സൺ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഭയങ്കര അഹങ്കാരിയാണ്, ഒരു നന്ദിയില്ലാത്തൊരു ക്യാരക്ടറാണിത്, മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ ഒരു 10 രൂപ നിങ്ങൾക്ക് തന്നാൽ അതിൻ്റെ കണക്ക് പറയും. നിങ്ങൾ കൊടുക്കുന്ന ആയിരങ്ങൾക്ക് കണക്കില്ലാത്തൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഗിൽറ്റി കോൺഷ്യസ് ഇല്ലാത്ത ഒരു എനർജിയാണിത്. നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് സ്നേഹമൊന്നുമില്ല, നിങ്ങളുടെ അടുത്ത് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് വന്ന് നേരിട്ട് പറയില്ല, അങ്ങനെ എന്തോ ബിസിനസ്സൊക്കെ ഡള്ളാണ്, അപ്പം നിങ്ങൾക്ക് പൈസ വേണോ? കാരണം നിങ്ങൾക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് വരാൻ പോകുന്നുണ്ട്. വളരെ ചൂഷണം ചെയ്യുന്ന, മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് വരാൻ പോകുന്നുണ്ടെന്ന് കണ്ടു, നിങ്ങൾ എങ്ങനെയാണ് കാണുന്നതെന്ന് കണ്ടു. നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നോക്കാം. കാർഡ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ടവർ മൊമെൻറ്റ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഈ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സൺ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ചിലപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ നിങ്ങളെ വിളിച്ച് പറയും, ഇപ്പോൾ അയ്യോ ഈ പേഴ്സൺ ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെ ഫാമിലിയിൽ പ്രശ്നമുണ്ടായി,
ഇപ്പം കിടപ്പാടും പോലും ആണല്ലോ, കയ്യിലിരിപ്പോണ്ടാണ് പൈസ ഭയങ്കര കടമൊക്കെ മേടിച്ച് ബാങ്കിൽ നിന്നൊക്കെ എടുത്ത് അവർ ജപ്തി ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ കിടപ്പാടമൊക്കെ പോയി ഒരു ഇതില്ല, അപ്പോൾ ഒരു വഴിയില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ കഥകൾ നിങ്ങളുടെ ചെവിയിലെത്താൻ തുടങ്ങും. ഇപ്പോൾ ഓവർ കമ്മിറ്റഡ് ആണ് ഈ പേഴ്സൺ, കൊടുത്തു തീർക്കാൻ പണമില്ല, മനസ്സിലായോ? എല്ലായിടത്തുനിന്നും കടമൊക്കെ വാങ്ങിച്ച് ഒക്കെ സിറ്റുവേഷനാണ്. ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്, അതിന് ഒരു പൈസ കൊടുത്ത് സഹായിക്കണം, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി. അപ്പോൾ അതാണ് ആ പേഴ്സൻ്റെ ചിന്ത. പക്ഷെ നിങ്ങൾക്ക് ഈ പേഴ്സണ് വിശ്വാസമില്ല, മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സണ് ഭയങ്കര ഇൻസെക്യൂറാണ്. ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല നിങ്ങളായിട്ട് കേട്ടോ. നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹമില്ല. പണം കൊടുത്ത് സഹായിക്കണം, ഒരു ന്യൂ ബിഗിനിങ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് പണം വേണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വരാൻ പോകുന്നത്. അത് പണം വേണം എന്ന് പറയല്ല, നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ആളാണ്, മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്, ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ടാണ് വരുന്നത്. കഥകൾ പറയും നിങ്ങളോട്. അപ്പോൾ അങ്ങനെയാണ്, അയ്യോ എനിക്ക് വേണ്ട, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്, എനിക്കാണെങ്കിൽ ഇങ്ങനെ കെട്ടി ഞാൻ മരത്തിൽ നിന്ന് ഇങ്ങനെ കുലുക്കിയ പഴം ഇടുന്നത്, പിന്നെ എത്ര രൂപ വേണം നോക്കി, ഞാൻ പോയി കുലുക്കിയിട്ട് ഇട്ടിട്ട് എടുത്തിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞാണ് നിങ്ങളുടെ അടുത്ത് വരാൻ, നിങ്ങളെ കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇതാണ് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ, മനസ്സിലായോ? നമ്മൾക്ക് ശരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന അധ്വാനത്തിൻ്റെ വില നമുക്ക് അറിയില്ല. നമുക്ക് 90% ആൾക്കാർക്കല്ല അധ്വാനത്തിൻ്റെ വില അറിയുന്നവരാണ് പണക്കാർ. അങ്ങനെയാണ് അവർ പണം ഉണ്ടാക്കുന്നത്. ബാക്കി സാധാരണ മിഡിൽ ക്ലാസ് ആൾക്കാരും ലോവർ മിഡിൽ ക്ലാസ് ആൾക്കാരും എല്ലാം ഒന്നും, ലോവർ മിഡിൽ ക്ലാസ് വിട്ടുകളയാം, മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് അവരുടെ പണം, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൻ്റെ വില അറിയേയില്ല. അപ്പോൾ കാപ്രിക്കോൺ, അക്വേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, അക്വേറിയസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Aries, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Taurus, Leo, Aquarius, Scorpio, Aries, Leo, Sagittarius. ഇത്രയുമാണ് zodiac signs. അപ്പോൾ ഇനി ഞാൻ യെല്ലോ സെലക്ട് ചെയ്തിട്ട് റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ചില സമയത്ത് വാക്കുകൾ കിട്ടില്ല, വാക്കുകൾ തപ്പും. ഓൾറൈറ്റ്, അപ്പോൾ ഓറക്കിൾ മെസ്സേജ് നോക്കാം. Yellow selected to indicate oracle message. ഒരു കാർഡ് തിരിഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഫാമിലിയുടെ കാർഡാണ് തിരിഞ്ഞിരിക്കുന്നത്. ഫാമിലിയെ ഇഗ്നോർ ചെയ്യുന്ന ഒരു എനർജി, അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടി സർവ്വതും സറണ്ടർ ചെയ്ത് ജീവിക്കുന്ന ഒരു എനർജി, അല്ലെങ്കിൽ ഫാമിലിയുടെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത ഒരാൾ. അപ്പോൾ ഫാമിലിക്ക് ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. സമയം ചിലവഴിക്കണം നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ, ഇതാണ് പറയുന്നത്. ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കർമ്മഫലം എന്ന് പറയുമ്പോൾ കർമ്മഫലം, ഓരോ കർമ്മത്തിനും അതിൻ്റെ ഫലമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഗേൾ ഫ്രണ്ടിനെ ഉപേക്ഷിക്കുന്നു, അവിടെ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അതൊക്കെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ പല കാര്യങ്ങൾ ഒരു ദിവസം നമ്മൾ എന്തോ 1000 ലക്ഷക്കണക്കിന് കാര്യങ്ങളാണ് ഓരോ നിമിഷം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കർമ്മഫലം എന്താണ്, ഏത് കർമ്മത്തിൽ നിന്നാണ് നമ്മൾ ഈ ഫലം അനുഭവിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മളുടെ കഴിവിനനുസരിച്ച് നന്നായിട്ട് ചെയ്യുക, പോസിറ്റീവായിട്ട് ചെയ്യുക. മറ്റുള്ളവരെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക, അവരെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക, അവരെ കരയിപ്പിക്കാതിരിക്കുക. ഒരു കാരണവശാലും മിണ്ടിയില്ലെങ്കിലും വാഗൊണ്ട് പറഞ്ഞില്ലെങ്കിലും മനസ്സ് പ്രാകും, അത് ഭയങ്കര തലവേദനയായിട്ട് മാറും.
ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ഏസ് ഓഫ് വോൺസ് വളരെ പാഷനറ്റ് ആണ്. എന്തോ ഒരു പുതിയ കാര്യം തുടങ്ങാൻ വേണ്ടി പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പവറുള്ള, സ്ട്രോങ് വിൽ പവർ ഉള്ള ഒരാളാണ്. എന്തോ ഒരു പുതിയ കാര്യം തുടങ്ങാൻ പോകുന്നു. വളരെ പാഷനറ്റ് ആണ് ഈ കാര്യത്തിനെ കുറിച്ചിട്ട് ഈ പേഴ്സൺ. നാല് കാർഡ് കിട്ടിയിട്ടുണ്ട്, ഞാൻ എടുക്കുകയാണ് 4 കാർഡ്. ഓൾറൈറ്റ്, അപ്പോൾ ഇവിടെ 2 ഓഫ് കപ്സ് ഉണ്ട്, 3 ഓഫ് സ്വേർഡ്സ് ഉണ്ട്, ചാരിയറ്റ് ഉണ്ട്, ഇത് വിൽ പവർ ആണ്, ഏസ് ഓഫ് പെന്റക്കിൾസ്. ഇവിടെ 2 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ ചിന്തിക്കുന്ന, മനസ്സിലായോ? നമ്മൾ ഇപ്പോൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഒരാളെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഈ പേഴ്സൺ ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്കാണ് പോകുന്നത്. അതായത് ഇത് നിങ്ങളുടെ പുതിയ റിലേഷൻഷിപ്പ് ആണോ? എന്തായാലും ഇവിടെ ഈ പേഴ്സണും ഈ പേഴ്സണിൻ്റെ ലൈഫിൽ ഇപ്പോൾ ഉള്ള ആളും ഭയങ്കരമായ സ്നേഹമാണ്. പക്ഷേ അങ്ങനെ സ്നേഹം വരുമ്പോൾ അതിനകത്തുനിന്നൊരു ഭയങ്കരമായൊരു ഹാർട്ട് ബ്രേക്ക് വരും, മനസ്സിലായോ? ചാരിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഒരു സൈഡിൽ നിന്നുള്ള പ്രേമമായിരിക്കാം. നമ്മൾ മിക്കവാറും എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഒരാളെ നമ്മൾ അങ്ങോട്ട് അഗാധമായിട്ട് സ്നേഹിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ആ പേഴ്സൺ അതേപോലെയാണോ നമ്മൾ സ്നേഹിക്കുന്നത്. നമ്മളങ്ങ് വിചാരിച്ച് വെക്കുകയാണ് ആ പേഴ്സണും നമ്മളോട് അതേപോലെ തന്നെ സ്നേഹമാണ്. അങ്ങനൊരു സിറ്റുവേഷൻ, അങ്ങനെ ചിന്തിച്ച് ഒരു ഹാർട്ട് ബ്രേക്കിൽ പോയ ആളാണ് നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ ആ പേഴ്സൺ എപ്പോഴും ഈ സിറ്റുവേഷൻ്റെ പുറകെ നടക്കുകയാണ്, എപ്പോഴും പാഷനറ്റ് ആണ് സിറ്റുവേഷൻ്റെ പുറകെ. ചിലപ്പോൾ നിങ്ങളായിരിക്കാം, കുട്ടികളൊക്കെ ഉണ്ടാവാം, പക്ഷേ സെപ്പറേറ്റഡ് ആയിരിക്കാം. ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്, പക്ഷേ ഇത് എങ്ങനെയെങ്കിലും കൂട്ടിച്ചേർക്കണമെന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പെൻറ്റക്കിൾ ഓഫർ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. എങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അതുപോലെ എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ് ഇപ്പോഴത്തെ? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ 10 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ഫാമിലി ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തോ ഒരു പ്രശ്നമുണ്ട് ഈ പേഴ്സൻ്റെ ഫാമിലിയിൽ, റിലേഷൻഷിപ്പിൽ കേട്ടോ. 10 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്, ഒരു ടവർ മൊമെൻറ്റ്, ഓ മൈ ഗോഡ്. പിന്നെ ഫൂൾ കാർഡും. ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ ഒരു റിലേഷൻ, അതാണ് ഹാർട്ട് ബ്രേക്ക്. ഇപ്പോഴും ഹാർട്ട് ബ്രോക്കൺ ആണ് ഈ പേഴ്സൺ, ഇപ്പോഴും ആരെയോ സ്നേഹിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സണ് നിങ്ങളാണോ ഇനി വേറെ ആരെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ ഈ 10 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ പണവും പ്രതാപവും നല്ല കുടുംബജീവിതമൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ, ആ പേഴ്സൻ്റെ വിവാഹ ജീവിതം താറുമാറായി, കുട്ടികൾ സെപ്പറേറ്റ്, എല്ലാം മൊത്തം പോയി. അത് ടവർ മൊമെൻറ്റ്, എന്തോ ഒരു വലിയ അത്യാഹിതം, പ്രതീക്ഷിക്കാതെ ഒരു വലിയൊരു അത്യാഹിതം വന്നിട്ട് ആ മൊത്തം പോയി. അതിലേക്ക് തിരിച്ചു പോകാൻ, ഇത് തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ. അതാണ് ആ പേഴ്സൺ അതിന് വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ കഴിഞ്ഞു പോയ ജീവിതം, നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചു പിടിക്കണം ഏതെങ്കിലും വിധത്തിൽ. അതുകൊണ്ടാണ് ഇവിടെ ഫാമിലി ഓറക്കൽ മെസ്സേജ് വന്നത്. നിങ്ങൾക്കുള്ളതല്ലായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. പിന്നെ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞും വരാം. നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് പേഴ്സൻ്റെ? കാർഡ്സ് ഇങ്ങനെ കൂൾ മീൻസ് വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഓപ്പൺ ആണ്. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്നാൽ ഈ പേഴ്സണ് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അപ്പോൾ പണ്ട് ഈഗോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം, കുറച്ചൊരു ഉഴപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, പ്രതീക്ഷിക്കാതെയാണ് ജീവിതം കൈവിട്ടു പോയത്. അപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടു, നിങ്ങൾ ഈ പേഴ്സണെ നിങ്ങൾ ഉപേക്ഷിച്ച് പോയി. ഈ 2 ഓഫ് കപ്സ് ഇവിടെയും വന്നു, ഇവിടെയും വന്നു, മനസ്സിലായോ? അപ്പോൾ പേഴ്സൺ നിങ്ങളോട് ഇപ്പോഴും ആത്മാർത്ഥതയുണ്ട്, ഭയങ്കര സ്നേഹമാണ്, വളരെ നിങ്ങൾ ഭയങ്കരമായിട്ട് ചേർത്ത് പിടിച്ചേക്കാണ്. ഒരു പാർട്ട്ണർഷിപ്പാണ്, മ്യൂച്വൽ അട്രാക്ഷൻ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റഡ് ആണ് റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഇത് ഈ ഹാർട്ട് ബ്രേക്ക് ഈ പേഴ്സണ് വന്നത് സ്നേഹം, മറ്റേയാളെ സ്നേഹിക്കുക, നിങ്ങൾ സ്നേഹിക്കാത്തതോ അല്ലെ മറ്റേയാൾ വേറൊരാളെ പേഴ്സണൽ ലൈഫിലുണ്ടെങ്കിൽ ആ പേഴ്സൺ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, വേറെ എന്തോ ഒരു ടവർ മൊമെൻ്റ് ഉണ്ടായിട്ടാണ് ഈ റിലേഷൻഷിപ്പ് പോയത്. അപ്പോൾ ഈ പേഴ്സൺ തിരിച്ച് ഈ റിലേഷൻഷിപ്പ് പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, മനസ്സിലായോ? ഇത് നിങ്ങളാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കാരണം ഈ പേഴ്സണ് ഭയങ്കര ആഗ്രഹമായിരുന്നു, കുട്ടികൾ വേണം,
ഭർത്താവ് വേണം അല്ലെങ്കിൽ ഭാര്യ വേണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതൊക്കെ സാധിച്ചെടുത്തു. പക്ഷെ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതാണ് ഈ പേഴ്സണ് ഭയങ്കര സങ്കടം. നിങ്ങളെ ഉപേക്ഷിച്ച് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൺ അതുപോലെ നിങ്ങളെ കാണുന്നത് ഭയങ്കര റൂത്ത്ലെസ് ആയിട്ടാണ്, ഒരു കനിവില്ലാത്ത, ദയയില്ലാത്ത ഒരു എനർജി ആയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. എടുത്തുചാട്ടമുള്ള ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. മുൻപിൻ നോക്കാതെ തീരുമാനമെടുക്കുന്ന ഒരാൾ. അപ്പോൾ കുട്ടികളെ എടുത്തിട്ട് നിങ്ങൾ പോയതാണോ? എന്താ ഉണ്ടായത് എനിക്കറിയില്ല. ഇവിടെ എന്തായാലും ഇങ്ങനൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കുട്ടികളെയും എടുത്തുകൊണ്ട് നിങ്ങൾ പോയി എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അതുകൊണ്ടാണ് ഫാമിലിയുടെ കാര്യം ഇവിടെ പറഞ്ഞത് കേട്ടോ. വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണിത്. അപ്പോൾ ഇനി എന്താണ് ഈ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ? ഈ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? ഇപ്പോൾ കുറേ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് അത്രയും എടുക്കാൻ പറ്റില്ല. നമുക്കൊരു കാർഡ് പ്ലീസ്, ഒരു രണ്ട് കാർഡ് 3 കാർഡ് തന്നു. നിങ്ങളുടെ ഈ പേഴ്സൻ്റെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും? ചാരിയറ്റ്. ഈ പേഴ്സൻ്റെ പഴയ സിറ്റുവേഷൻ എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാൻ. ആ സിറ്റുവേഷനിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, നിങ്ങളുടെ ലൈഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കേട്ടോ. നേരത്തെ കോൺട്രിബ്യൂഷൻ കുറവായിരുന്നു. അതുകൊണ്ടായിരിക്കും, കുറേ സഹിച്ചു കഴിഞ്ഞിട്ടായിരിക്കാം നിങ്ങൾ ഇറങ്ങിപ്പോയത്. അപ്പോൾ ഈ പേഴ്സൺ കുറച്ചൊരു അഹങ്കാരമുള്ള, കുറച്ച് ഈഗോ ഉള്ള ഒരാളായിരുന്നു. പ്രതീക്ഷിച്ചില്ലായിരിക്കും, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് വിചാരിച്ചത്. പക്ഷെ നിങ്ങൾ ഇറങ്ങിപ്പോയപ്പോൾ കാര്യം തകിടം മറിഞ്ഞു. പ്രതീക്ഷിച്ചില്ല. കുട്ടികളെ എടുത്തിട്ട് നിങ്ങൾ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വേണ്ട, കുട്ടികളില്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇറങ്ങിപ്പോയി. അത് പേഴ്സണ് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സിറ്റുവേഷൻ തിരിച്ചു കൊണ്ടുവരണം. ഡെത്ത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിത് സമ്മതിക്കില്ല, ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാൻ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ലീഗൽ നോട്ടീസ് അയച്ചിട്ടുണ്ടാവും, ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായി? അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഈ പേഴ്സൺ അറിയിച്ചിട്ടുണ്ടാവും, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാമെന്ന്. അത് ഈ പേഴ്സൺ ഒരു അടിയായി. അപ്പോഴാണ് ഈഗോ എല്ലാം മാറ്റി വെച്ചിട്ട്, അയ്യോ ഇത് പറ്റില്ല, ഞാൻ ഇതിനകത്തേക്ക് വർക്ക് ചെയ്യും, ഞാൻ എങ്ങനെയെങ്കിലും ഇത് തിരിച്ച് കൊണ്ടുവന്നേ പറ്റുള്ളൂ, അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കും. അതിനുവേണ്ടി ഒരു മൂവ്മെൻറ്റ് പേഴ്സൺ ആക്ഷൻ എടുക്കും. നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾക്കൊരു മെസ്സേജോ കോളോ അല്ലെങ്കിൽ നേരിട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കും എന്നാണ് പറയുന്നത്. ചാരിയറ്റാണ്. ഇതിലും ഫാസ്റ്റായ എനർജി വേറെ, ഇതിലും സ്ട്രോങ് ആയ ഒരു എനർജി വേറെ ഇല്ല കാർഡ്സിൽ. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ, ഈ കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത് അവസാനിച്ചാൽ ഈ പേഴ്സൻ്റെ ജീവിതം ഇല്ലാണ്ടാവും. അഹങ്കാരം കൊണ്ടിട്ടോ അല്ലെങ്കിൽ സ്വാർത്ഥത കൊണ്ടിട്ടോ പെരുമാറിയത് കൊണ്ടിട്ടുള്ള ഒരു എഫക്റ്റാണ് ഇവിടെ കാണുന്നത്. അത് പ്രായശ്ചിത്തം ചെയ്യാൻ ഈ പേഴ്സൺ റെഡിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, നിങ്ങൾ ആരാണെങ്കിലും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. സോഡിയക് സൈൻസ് പറയാം: സ്കോർപിയോ, ക്യാൻസർ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ഭയങ്കര ഇമോഷണലാണ് പേഴ്സൺ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, സ്കോർപിയോ, ഏരീസ്, അക്വേരിയസ്. ക്യാൻസർ സോഡിയാക് സൈൻ സ്ട്രോങ് ആണ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേരിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇത്രയുമാണ് സോഡിയാക് സൈൻസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിംഗ് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത റീഡിങ്ങുമായി വീണ്ടും വരാം. സീ യു, ബൈ ബൈ, ടേക്ക് കെയർ.